പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ടെൻഷൻ ഫ്രീ ലൈഫ് ഉണ്ടാവണമെങ്കിൽ, നമുക്ക് ബേജാറില്ലാത്ത സമാധാനമുള്ള ശാന്തിയുള്ള ഒരു ജീവിതം നമുക്കുണ്ടാവണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒറ്റ ഗുണമുണ്ടായാൽ മതി, അത് വിനയമാണ്. വിനയമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഫ്രീ ആണ്. അയാൾക്ക് മത്സര ബുദ്ധിയില്ല, എല്ലായിടത്തും ജയിച്ചു കാണണമെന്നില്ല, ഞാൻ എല്ലായിടത്തും ശ്രദ്ധിക്കപ്പെടണം, ഞാൻ എല്ലായിടത്തും ഒന്നാമനാകണം എന്ന പ്രയാസവും പരിഭവവും ഇല്ല. ആരെങ്കിലും എന്നെ പരിഗണിച്ചോ, അവൻ എന്നെ പരിഗണിച്ചോ, അവൻ എന്നെ അവഗണിച്ചോ, അവനെ എന്നേക്കാൾ കൂടുതൽ അവൻ പരിഗണിക്കപ്പെട്ടോ എന്നിത്യാദിയുള്ള പ്രശ്നങ്ങളൊന്നും അയാളുടെ ജീവിതത്തിലില്ല. അയാൾ ഫ്രീ ആണ്, അയാളുടെ മനസ്സ് ശാന്തമാണ്, അയാളുടെ മനസ്സ് എപ്പോഴും സമാധാനം നിറഞ്ഞതാണ്. നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, വിനയമുള്ള ഒരു നേതാവ് ഒരു സംഘടനക്കുണ്ടെങ്കിൽ ആ സംഘടനയിലുള്ള എല്ലാ അനുയായികൾക്കും ആ നേതാവ് ഇഷ്ടമുള്ള ആളായിരിക്കും. കാരണം അവരുടെ അഭിപ്രായങ്ങൾ പറയാം, തിരുത്തലുകൾ പറയാം, അവരുടെ അഭിപ്രായങ്ങൾക്കും പരിഭവങ്ങൾക്കും പരാതികൾക്കും അയാൾ ഒരു പരിഗണന നൽകും. അതുപോലെ തന്നെ വിനയമുള്ള അനുയായികളാണ് ഒരു സംഘടനക്കുള്ളതെങ്കിൽ ആ അനുയായികളെ നയിച്ചു കൊണ്ടുപോകാൻ ഈസിയാണ്, എളുപ്പമാണ്. തങ്ങൾ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് ശാഠ്യം പിടിക്കുന്ന അഹങ്കാരികളായ ഒരുപറ്റം ആൾക്കൂട്ടത്തെ നയിക്കാൻ വളരെ പ്രയാസമാണ്. അവർ പറഞ്ഞെടുത്ത് നിൽക്കാൻ ഒരു സാധ്യതയുമില്ല. സാമൂഹിക ജീവിതത്തിലായാലും സംഘടനാ തലത്തിലായാലും കുടുംബ ജീവിതത്തിലായാലും ഭാര്യയുടെ അഭിപ്രായങ്ങൾ ആരായാലും അത് സ്വീകരിക്കാനും ചോദിച്ചറിയാനും ഒരു ഭർത്താവ് തയ്യാറാവണമെന്നുണ്ടെങ്കിൽ ആ ഭർത്താവിന്റെ മനസ്സിൽ വിനയം ഉണ്ടാവണം. ഭർത്താവിനെ അംഗീകരിക്കാനും അനുസരിക്കാനും ഒരു ഭാര്യ തയ്യാറാവണമെന്നുണ്ടെങ്കിൽ ആ ഭാര്യയുടെ മനസ്സിൽ വിനയമുണ്ടാകണം. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ അത്രമേൽ സുന്ദരമാക്കുന്ന ഒന്നാണ് വിനയമെന്ന ഗുണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദുർ റഹ്മാനെ കുറിച്ച് സംസാരിച്ചപ്പോ ആദ്യമായി വിനയത്തെക്കുറിച്ച് സംസാരിച്ചത്.